നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് ഗെയിം സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയുന്നത് വിവോയുടെ ഭാഗത്തുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വിവോയുടെ ഭാഗത്തുമുള്ള ഏറ്റവും പുതിയ മൊബൈലാണ് വിവോ X70 Pro Plus. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.7 ഇഞ്ച് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും WQHD AMO LED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 120 നിറ്റ്സിന്റെ റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 1500 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ HDR 10% സപ്പോർട്ടും കൂടി ഇതിൽ ഉണ്ട്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗമാണെങ്കിൽ പിറകിൽ 4 ക്യാമറ കൊടുത്തിരിക്കുന്നു. 50 MP മെയിൻ ക്യാമറ, അത് വൈഡ് ആംഗിൾ സെൻസർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി ക്യാമറ വന്നിരിക്കുന്നത് 48 MP അൾട്രാ ജിംബൽ സ്റ്റേബിൾ ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 48 MP അൾട്രാ ജിംബൽ സ്റ്റേബിൾ ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്യാമറ വന്നിരിക്കുന്നത് 12 MP ഡെപ്ത് സെൻസർ ആണ്. അതുപോലെ തന്നെ നാലാമത്തെ ക്യാമറ വന്നിരിക്കുന്നത് ഈ സെൻസർ ഉപയോഗിക്കുന്നത് സൂമിംഗ് ആണ്. 8 MP ടെലിഫോട്ടോ ലെൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ സെലക്ട് ചെയ്യാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിന്റെ ക്യാമറയുടെ ഭാഗത്തുനിന്നുള്ള മികച്ച ഒരു പെർഫോമൻസ് ആണ്. ഫോണിന്റെ സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 32 MP ആണ്. അതും ഇൻ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് എന്ന് നോക്കിയാൽ സ്നാപ്ഡ്രാഗണിന്റെ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ Android 11 അധിഷ്ഠിതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഫോണിന്റെ OS വന്നിരിക്കുന്നത് വിവോയുടെ സ്വന്തം OS ആയ ഫൺ ടച്ച് OS 12 ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല 10ഓളം 5G ബാൻഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR5 റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 3.1 ആണ്. മാത്രമല്ല IP68 വാട്ടർ പ്രൂഫ് സംവിധാനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡുവൽ വോൾട്ടേജ് സപ്പോർട്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 NFC കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല IR ബ്രൗസർ സംവിധാനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വൈഫൈ കോളിംഗ് അതുപോലെ തന്നെ മറ്റുമായ കരിയർ അഗ്രിഗേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അത് മാറ്റ് ഫിനിഷ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് കാണാം. മുകൾ വശം നോക്കിയാൽ സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും കാണാവുന്നതാണ്. താഴെ നോക്കിയാൽ ടൈപ്പ് സി പോർട്ട്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ വന്നിരിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കറാണ്. അതുപോലെ തന്നെ സിം ട്രേ കാണാവുന്നതാണ്. സിം വന്നിരിക്കുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 4500 mAh ലിഥിയം പോളിമർ അയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 55 വാട്ട് ഫ്ലാഷ് ചാർജിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 50 വാട്ട് വയർലെസ് ചാർജിംഗ് കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 213 ഗ്രാം ആണ്. ഈ മൊബൈൽ ഫോൺ നമുക്ക് ഒറ്റ വെയിറ്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. 12GB RAM 256GB ROM. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.